ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കും മുഖത്തേറ്റ അടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചു. ജനവിധി അംഗീകരിച്ച് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. UDF സംവിധാനം എല്ലായിടത്തും ഫലപ്രദമായില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. SNDP BJP സഖ്യം ഗുണം ചെയ്തുവെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. LDFിന്റെ സംശുദ്ധ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലും ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ വിജയം. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ അതിഭയങ്കരമായ അഴിമതി ഭരണത്തിലും ജനവിരുദ്ധ നടപടികൾക്കും വർഗീയ പ്രീണനത്തിനും ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് LDFിന്റെ തിളക്കമാർന്ന വിജയത്തിൽ പ്രതിഫലിക്കുന്നത്. So we salute the people of Kerala. First the unity and then reaching directly the people. And I think both of them have paid the dividends as we can see in these results. ഈ ഫലം വ്യക്തമായി ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി മാറിക്കിടന്നിരിക്കുന്നു. ഈ വിധിയെഴുത്ത് അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറുണ്ടോ? അദ്ദേഹം ഈ വിധിയെഴുത്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജനവിധി അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവണം. SNDPയുടെ പിന്തുണ ഞങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്. SNDP മാത്രമല്ല, നിങ്ങൾ കണ്ടല്ലോ പെരുന്നയിൽ BJP ജയിച്ചിരിക്കുന്നു. പെരുന്നയിൽ BJP ജയിച്ചത് NSSന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ള ചോദ്യത്തിനൊന്നും ഇനി പ്രസക്തിയില്ല. BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിന് ഉള്ള ഒരുങ്ങുന്ന പാർട്ടിയായിട്ട് മാറും. പറഞ്ഞു തരണ്ടല്ലോ. അതുകൊണ്ട് 100% പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല ഇത്. പൊളിറ്റിക്കലായിട്ട് ലീഗിനോ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ ഇപ്പോൾ UDFനോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല.